കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ബസ് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ 45 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്തി. ബസ് സഞ്ചരിച്ച ദൂരം കാണുക. നമുക്ക് വേഗത തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. വേഗത തന്നിട്ടുണ്ട് എത്രയാണ്? 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. സമയം തന്നിട്ടുണ്ട് 45 മിനിറ്റ്. സമയം സമം 45 മിനിറ്റ്. ഇവിടെ വ്യത്യാസം എന്താണ്? യൂണിറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കണക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേഗതയുടെ ഇവിടെ 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മണിക്കൂറാണ്, ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മിനിറ്റാണ്. ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മണിക്കൂർ, ഇവിടെ മിനിറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരേ യൂണിറ്റ് ആവണം. അപ്പോൾ നമുക്ക് മിനിറ്റിനെ മണിക്കൂറാക്കാം. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കാം? 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ കാരണം ഒരു മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു മണിക്കൂർ 60 മിനിറ്റാണ്. അതുകൊണ്ട് മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. 45/60. 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 9 45 15 60. വീണ്ടും 3 കൊണ്ട് 39 4 അതായത് നമുക്കറിയാം 45 മിനിറ്റ് പറഞ്ഞാൽ 3/4 മണിക്കൂറാണ്. നമുക്കറിയാം അല്ലേ? 45 മിനിറ്റ് പറഞ്ഞാൽ 3/4 മണിക്കൂറാണ്. അപ്പോൾ ഈ 45 ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാം, 3/4 എഴുതാം. പക്ഷേ ഇവിടെ വേറെ സംഖ്യ ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് എന്താ ഈ വേഗത സമയം അറിയാം. നമുക്ക് എന്താ കാണേണ്ടത്? ദൂരം കാണാനുള്ള സൂത്രമൊക്കെ എന്താ? ദൂരം സമം സമയം ഇൻറ്റു വേഗത. വില കൊടുക്കുക. സമയം എത്രയാണ്? 3/4 ഇൻറ്റു വേഗത എത്രയാണ്? 60. ഇത് പഠിച്ചെടുക്കാം നമുക്ക്. 15 4 60 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 15 45. ദൂരാണ്. ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താണ്? കിലോമീറ്ററാണ്. ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ. ഉത്തരം 45 കിലോമീറ്റർ.